ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ജീവിതത്തിൻ്റെ 4 പ്രധാനപ്പെട്ട തൂണുകളാണ് ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്, പീസ്. ഈ തൂണുകളെന്ന് പറയുമ്പോൾ നമ്മൾ തൂണുകളെല്ലാം ഒരേ സൈസും ഒരേ ഹൈറ്റിലും ആണെങ്കിൽ ആ സ്ട്രക്ചർ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കും, അല്ലേ? ഏതെങ്കിലും ഒരു തൂണ് ഹൈറ്റ് കൂടുകയോ ഏതെങ്കിലും ഒരു തൂണ് ഹൈറ്റ് കുറയോ ചെയ്താൽ എന്ത് പറ്റും? ആ സ്ട്രക്ചർ ചെരിയും, പിന്നെ അത് മറിയും. അതേപോലെയാണ് ലൈഫ്. ഈ 4 തൂണുകളും ഒരേ സൈസിലും ഒരേ ഹൈറ്റിലും വേണം നിൽക്കാൻ, ലൈഫ് ബാലൻസ്ഡ് ആയിട്ടിരിക്കാൻ. പക്ഷേ ഈ 4 തൂണുകളും ഒരേ ഹൈറ്റിലും സൈസിലും എന്നിട്ട് ലൈഫ് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ വളരെ റെയറാണ്. അതായത് ഉദാഹരണത്തിന് കാർ ഷെഡിൽ ആഡംബര കാറുകൾ ഉൾപ്പെടെ 4-5 കാറുകൾ ഉണ്ടാവും. പക്ഷേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്നും രാവിലെ എഴുന്നേറ്റ് 5 കിലോമീറ്റർ നടക്കണമെന്നാണ്. ഇനി ഹെൽത്തും വെൽത്തും ഉള്ളവർ സമാധാനവും സന്തോഷം കിട്ടാനായിട്ട് ഹിമാലയത്തിൽ പോകും. എൻ്റെ ഈ സംരംഭത്തിൻ്റെ ഉദ്ദേശം ഈ 4 തൂണുകളും നമ്മുടെ ജീവിതത്തിൽ ഒരേ സൈസിലും ഒരേ ഹൈറ്റിലും വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ്. ഇതിനിടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, ഈ വീഡിയോ ഒന്ന് ഇടയ്ക്ക് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യത്തെ ടോപ്പിക്ക് വെൽത്ത്, ധനം, അതാവാം, അല്ലേ? ഇപ്പോൾ ഒരു സംശയം വരും, ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്, പീസ്, ഇതിനകത്തുനിന്ന് എന്തുകൊണ്ട് ഞാൻ ധനം ആദ്യത്തെ ടോപ്പിക് സെലക്ട് ചെയ്തു എന്നുള്ളതാണ്. അത് സെലക്ട് ചെയ്യാനുള്ള കാരണം, നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമുക്ക് വേണ്ട ധനം ജനിക്കും, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ധനം പിന്നെയും ജീവിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ കാരണം, ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ജനിച്ചോ ഇല്ലയോ എന്നറിയണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് കാർഡ് ടെസ്റ്റാണ്, അല്ലേ? അങ്ങനെ കാർഡ് ടെസ്റ്റ് ചെയ്യുന്നു. കാർഡ് ടെസ്റ്റിൽ പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ ഡോക്ടറെ കാണുന്നു, പിന്നെ സ്കാന്, മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ എന്താ, ആ കുഞ്ഞ് ജനിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പേ ആ കുഞ്ഞിന് വേണ്ട ധനം ജനിച്ചു കഴിഞ്ഞു, വിനിയോഗിക്കപ്പെടുന്നുണ്ട്, അല്ലേ? അപ്പോൾ ധനം നമ്മളെക്കാട്ടിലും സീനിയറാണ്. ഇനി ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മരണാനന്തര ചടങ്ങുകൾ, അടിയന്തരം, 41, ബലി, ഓർമ്മദിനം, ആണ്ടുബലി, അങ്ങനെ ആ വ്യക്തിക്കുള്ള ധനം വീണ്ടും മരിക്കുന്നില്ല, വിനിയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ധനം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു ഫൈനാൻഷ്യൽ അഡ്വൈസറൊന്നുമല്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പു തരാം, എൻ്റെ ഈ അഡ്വൈസ് കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും ജീവിതത്തിൽ. അത് കുറിച്ച് വെച്ചോളൂ. എന്നെപ്പോലെ ഒരു കോമൺ മാന് എന്നുമുള്ള ഒരു പരാതിയാണ്, എത്ര കിട്ടിയാലും തികയില്ല, മാസാവസാനം ആകുമ്പോഴത്തേക്കും പിന്നെ കടവും വാങ്ങിക്കേണ്ടി വരും. ഇതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം? അതെൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. കേട്ടതും കണ്ടതും ഞാൻ അനുഭവിച്ചതും ഞാൻ പരീക്ഷിച്ചതും വിജയിച്ചതും വീണ് എണീറ്റതും ഒക്കെ ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് നമുക്ക് ആവശ്യങ്ങൾ നടത്തണം, ആഗ്രഹങ്ങൾ നടത്തണം, എന്നിട്ട് കുറച്ച് സേവിങ്സും വേണം. അപ്പോൾ എല്ലാവരുടെയും ഒരു ഫോർമുല ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു സേവിങ്സ്, അല്ലേ? നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ചിലവുകളെല്ലാം പോയിട്ടാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. ആ ഫോർമുലയിൽ ഒരു ചെറിയ തെറ്റുണ്ട്, അതിനൊന്ന് ചെറുതായിട്ട് മോഡിഫൈ ചെയ്യാം. എങ്ങനെയെന്ന് വെച്ചാൽ, ഇൻകം മൈനസ് സേവിങ്സ് ഈസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ. നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് കുറച്ച് സേവ് ചെയ്തിട്ട് വേണം ചിലവാക്കാൻ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞൊരു പ്രശ്നമുണ്ട്, അല്ലേ? എത്ര കിട്ടിയാലും മതിയാവുന്നില്ല. അതിനെന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യങ്ങൾ നടക്കണം, ആഗ്രഹങ്ങൾ നടക്കണം, എന്നിട്ട് സേവും ചെയ്യണം. എല്ലാത്തേക്കും എന്തോ ഒരു ലൈഫ് താനേ ഇരിക്കും മച്ചാ. അപ്പോൾ അത് വേണ്ടേ? വേണം. ആവശ്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ വീട്ടാവശ്യങ്ങളും മറ്റു കാര്യങ്ങളും കുടുംബം നടത്തിക്കൊണ്ട് പോകാനുള്ള കാര്യങ്ങൾ. ആഗ്രഹങ്ങളെന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ കാശില്ല, പിന്നെ എങ്ങനെ ഈ ആഗ്രഹം നടക്കും? അതിനാണ് ബാങ്കുകൾ നമുക്ക് ലോൺ തരുന്നത്. അതായത് ആഗ്രഹമാണ് EMI. പിന്നെ സേവിങ്സ്. ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഉണ്ട് ഞാൻ മനസ്സിലാക്കിയത്. നമുക്ക് കിട്ടുന്ന സാലറിയുടെ 50% ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക. എക്സാമ്പിൾ, 30,000 രൂപയാണ് ഒരാളുടെ മാസ വരുമാനം എന്നിരിക്കട്ടെ. 30,000-ൻ്റെ പകുതി 15,000 രൂപയിൽ നമ്മുടെ ആവശ്യങ്ങൾ ഒതുക്കണം. ഇനി 30% എന്ന് പറയുമ്പോഴത്തേക്കും 9,000 രൂപ. 9,000 രൂപ EMI അടിസ്ഥാനത്തിൽ പൊക്കോട്ടെ. ആ EMI നമ്മുടെ ചെറിയ ആഗ്രഹങ്ങൾ, ഇപ്പോൾ ഒരു നല്ല ഫോണോ, അല്ലെങ്കിൽ ചെറിയൊരു കാറോ, ഇല്ലെങ്കിൽ ചെറിയ ഒരു എന്തെങ്കിലും ഒരു അപ്ലയൻസോ ഒക്കെ 9,000 രൂപയിൽ ഒതുക്കണം. പിന്നെ ബാക്കി 6,000, 20%. ആ 20%മാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ? 30,000-ൽ നമ്മൾ 6,000 രൂപ സേവിങ്സ്, 9,000 രൂപ EMI, 15,000 രൂപ നമ്മുടെ ആവശ്യങ്ങൾ. ഈ 6,000 രൂപ, അതായത് 30,000 രൂപ സാലറി ഉള്ള ഒരു വ്യക്തിയുടെ കാര്യമായി പറയുന്നത്,
6,000 രൂപ മാസം വേണ്ട, 4,000 രൂപ മാസം ഒരു മ്യൂച്വൽ ഫണ്ട് SIP നമ്മൾ ചെയ്യുകയാണെങ്കിൽ 25 വർഷം കഴിയുമ്പോൾ 1 കോടിക്ക് മേളിലായിരിക്കും നമ്മുടെ റിട്ടേൺസ്. ടാക്സ് എല്ലാം പോയാൽ തന്നെ എങ്ങനെ പോയാലും 90 ലാക്സ് എങ്കിലും നമ്മുടെ കയ്യിലുണ്ടാവും. ഇത് ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ വായിച്ച് പറയുന്നതല്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ കയ്യിൽ 1 കോടിയായി എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ 2010 അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇത്രയും വളർന്നിട്ടില്ല. 2010-11 കാലഘട്ടത്തിൽ ഞാൻ കുഞ്ഞൊരു SIP തുടങ്ങി. ആ SIP ചെറുതായിട്ട് തുടങ്ങിയത് അത് വളർന്ന് വലുതായി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മകളുടെ വിവാഹം ഞാൻ വലിയ കുഴപ്പമില്ലാതെ നടത്തിയത് ആ ധനം കൊണ്ടാണ്. പക്ഷേ എനിക്ക് 2 റിഗ്രറ്റുകളാണ് ഇന്നുള്ളത്. എന്താണെന്നറിയോ? കുറച്ചുകൂടി എമൗണ്ട് അതിലിടാമായിരുന്നു മാസം തോറും, കുറച്ചുകൂടി നേരത്തെ തുടങ്ങാമായിരുന്നു. പക്ഷേ അത് ഞാൻ ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. ആ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്. അതുകൊണ്ടാണ് കുറച്ച് എമൗണ്ട് SIP തുടങ്ങുക, അത് കുറേ കാലം നമ്മളത് ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി SIP തുടങ്ങണമെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കാം അതും ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അറിവ് വെച്ചുകൊണ്ട് എമൗണ്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. മാസം 4,000 രൂപയാണെങ്കിൽ നമുക്ക് ഈ 25 കൊല്ലം കൊണ്ട് ആവറേജ് ഒരു 15% റിട്ടേൺ നമുക്ക് എന്തായാലും കിട്ടും. നമുക്ക് 1 കോടിക്ക് മേളിൽ നമ്മുടെ ആ ധനം വളർന്നിട്ടുണ്ടാവും. ഇനി എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി പറയാം. നമുക്ക് സാലറിയൊക്കെ കിട്ടുന്നെങ്കിലും ആരാണ് ഒരു സൈഡ് ഇൻകം ആഗ്രഹിക്കാത്തത്? അങ്ങനെ സൈഡ് ഇൻകം ആഗ്രഹിച്ച് ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും കൊറോണയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ട്രേഡിങ് പഠിക്കാൻ പോയി, കോഴ്സുകൾ ചെയ്തു, അങ്ങനെ ട്രേഡിങ് തുടങ്ങി. അത് നന്നായിട്ട് പോകുന്നു. ട്രേഡിംഗ് അല്ല, പണം. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ട്രേഡ് ചെയ്ത് ധനമുണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വപ്ന വീട് നമ്മൾ സ്വയം പണിത് ഉയർത്തുക എന്നുള്ളതാണ്. അത് നടക്കുന്ന കാര്യമാണ്. കാരണം മേസൺട്രി ഉണ്ട്, കാർപ്പൻട്രി ഉണ്ട്, ഇലക്ട്രീഷ്യൻ വർക്കുണ്ട്, പ്ലംബിംഗ് വർക്കുണ്ട്. അങ്ങനെ ഒരുപാട് വിദഗ്ധ തൊഴിലാളികളുടെ ഒരു കൂട്ടായ ശ്രമമാണ് നമ്മുടെ സ്വപ്ന വീട്. നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് ധനം സമ്പാദിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് ഞാൻ തന്നെ ചെയ്ത് സമ്പാദിക്കുക എന്ന് പറയുന്നതിന് എന്നെ കൊണ്ട് സാധിച്ചില്ല. അത്രയും എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർക്ക് പറ്റുമായിരിക്കും, അങ്ങനെ ചെയ്യുന്ന പ്രൊഫഷണൽസും ഉണ്ട്. പക്ഷെ ഞാനും എൻ്റെ സുഹൃത്തുക്കളും പരാജയപ്പെട്ടു എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒരു കോമൺ മാനിന് ഏറ്റവും ഉചിതമായ സൊല്യൂഷനാണ് മ്യൂച്വൽ ഫണ്ട്. ഒരു മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ എൻ്റെ അറിവ് വെച്ച് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ XIRR എന്ന് പറയും. നമ്മൾ SIP ആണ് ചെയ്യുന്നത്. XIRR എന്ന് പറയുന്നത് എക്സ്റ്റെൻഡഡ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതിൻ്റെ കാൽക്കുലേഷൻ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ XIRR മിനിമം ഒരു 15% ഉള്ള ഒരു ഫണ്ട് തിരഞ്ഞെടുക്കുക. പിന്നെ AUM എന്ന് പറയും, അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്. അവരെത്ര അസറ്റ് മാനേജ് ചെയ്യുന്നു, അതും ഫണ്ടുകൾ അനുസരിച്ചിരിക്കും, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒന്ന് പ്രധാനപ്പെട്ടത് എക്സ്പെൻസ് റേഷ്യോ. അതായത് ഒരു ഫണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഫണ്ട് മാനേജ് ചെയ്യാൻ അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്ന ഒരു തുക, അതാണ് എക്സ്പെൻസ് റേഷ്യോ. അതും ഒരു 1ന് മേൽ പോകാൻ പാടില്ല. ഒരു 0.8, 0.7 താഴെയുള്ള ഫണ്ടുകൾ തിരഞ്ഞെടുക്കുക. പിന്നെ എക്സിറ്റ് ലോഡ് എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് 1 ഇയർ അടച്ച എമൗണ്ടിൻ്റെ ഇത്ര ശതമാനം ഡിഡക്റ്റ് ചെയ്തിട്ട് അവർ നമുക്ക് എമൗണ്ട് തരത്തുള്ളൂ. അപ്പോൾ എക്സിറ്റ് ലോഡ് 0 ആയിട്ടുള്ള ഒരുപാട് ഫണ്ടുകളുണ്ട്. ഇപ്പോൾ പിന്നെ ഒരുപാട് ആപ്പുകളുണ്ട് നമുക്ക് നോക്കാനായിട്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഫണ്ട് എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞു AUM, അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏതൊരു എക്കണോമിയിലും ഇന്ത്യയിൽ 3 തരം കമ്പനീസാണുള്ളത്. ഒന്ന് ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്. ഈ 3 തരമേ ഉള്ളൂ. ഇതിനകത്ത് ലാർജ് ക്യാപ്പ് എന്ന് പറയുന്നത് ശരിക്കും 16 വീലുള്ള ലോറിയെ പോലെയാണ്. 16, 20 വീൽ, 22 വീലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അത് എങ്ങനെയാണ് പോകുന്നത്? സ്റ്റഡി ആയിട്ടായിരിക്കും പോകുന്നത്. അമിതമായ സ്പീഡും കാണില്ല, അത് സ്പീഡ് കുറയത്തുമില്ല. അങ്ങനെ ആ ലോഡുള്ള ലോറി അങ്ങനെ പൊക്കോണ്ടിരിക്കും. അതേപോലെയാണ് ഈ ലാർജ് ക്യാപ്പ് കമ്പനികൾ. എക്കണോമി മേളിലോട്ടോ താഴോട്ടോ ഒക്കെ ഒന്ന് ആടി വലഞ്ഞാലും അവൻ സ്റ്റഡി ആയിരിക്കും. ആ ലാർജ് ക്യാപ്പ് കമ്പനികൾ, ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ സ്റ്റഡി ആയിരിക്കും. അടുത്തത് മിഡ് ക്യാപ്പ് എന്ന് പറയുന്നത് എക്കണോമി വളരുന്നതിനോടൊപ്പം വളരും,
കുറച്ച് ഡൗൺ ആകുമ്പോൾ ഇതും ഡൗൺ ആവും. ഇനി സ്മോൾ ക്യാപ്പ് എക്കണോമി വളരുന്നതിനോടൊപ്പം ചിലപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് വളരും. എക്കണോമി ഡൗൺ ആവുന്നതിനനുസരിച്ച് ഇല്ലെങ്കിൽ ചിലപ്പോൾ അതിനേക്കാട്ടിലും ഡൗൺ ആയിട്ട് ഇത് പോകും. ഈ ഡൗൺ ആവുന്നതൊന്നും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം SIP ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഡൗൺ ആയിരിക്കും. നമ്മൾ എടുക്കുമ്പോഴല്ലേ കൂടിയിരിക്കേണ്ടത്. നമ്മളൊരു വസ്തു വാങ്ങുമ്പോൾ എന്താ നമ്മൾ ആഗ്രഹിക്കുക? വില കുറഞ്ഞിരിക്കണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുക. അതേസമയം വസ്തു വിൽക്കാൻ നേരത്താണ് വില കൂടിയിരിക്കണം എന്ന് ആഗ്രഹിക്കുക. പക്ഷെ നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മൾ SIP ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഫണ്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. അയ്യോ, അതാണ് നമുക്കുണ്ടാവുന്ന ആദ്യത്തെ ഫീലിംഗ്. പക്ഷെ ശരിക്കും നമ്മൾ SIP ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ശരിക്കും ഫണ്ട് താഴോട്ട് പോകുന്ന അനുഗ്രഹമാണ്. നമ്മൾ അത് നേരെ തിരിച്ച് അയ്യോ അങ്ങനെ ചിന്തിക്കരുത്. ആ സമയത്ത് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ വളർന്നു കഴിയുമ്പോഴാണ് നമുക്ക് നല്ലൊരു എമൗണ്ട് ആകുമ്പോൾ നമ്മൾ ആ സമയത്ത് ഫണ്ട് കൂടിയിരിക്കണം. നമ്മൾ എത്ര നാൾ SIP ചെയ്യണം? ഇത് ശരിക്കും ഒരു കോമ്പൗണ്ടിങ് എഫക്റ്റ് എന്ന് പറയും. നമ്മൾ ഇടുന്ന എമൗണ്ട് ഇങ്ങനെ അത് ഇട്ട് അത് വളർന്ന് അതിന്മേൽ പലിശ, പിന്നെ ഇടുമ്പോൾ വീണ്ടും അതിന്മേൽ പലിശ, അങ്ങനെയാണ് വളരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു കോമ്പൗണ്ടിങ് എഫക്റ്റ് നമുക്ക് 3 വർഷം കഴിയുമ്പോഴേ നമുക്കത് കണ്ടു തുടങ്ങും. ഒരു 5 വർഷം കഴിയുമ്പം അവനൊന്ന് സെറ്റാവും. ഒരു 7 വർഷം കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഗ്രോത്ത് നമ്മൾ ശരിക്കും അതിശയിച്ച് പോകുന്ന ഗ്രോത്ത് 7 വർഷത്തിന് ശേഷമാണ്. 7 വർഷം മിനിമം വേണം ഒരു SIP തുടങ്ങിയിട്ട് അതിൻ്റെ ഒരു ഫുൾ വാല്യൂ എത്താനായിട്ട്. നേരത്തെ AUM എന്ന് പറഞ്ഞു. ശരിക്കും സ്മോൾ ക്യാപ്പ് ഫണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഒരു 5000 കോടി 7000 കോടി വരെയൊക്കെ ഉള്ള ഫണ്ടുകൾ തിരഞ്ഞെടുക്കുക. സ്മോൾ ക്യാപ്പിന് നല്ലതാണ്. ഇനി മിഡ് ക്യാപ്പ് ഫണ്ടിൻ്റെ AUM ഒരു 8000 മുതൽ 15,000 crore വരെ ആകാം. അടുത്ത ലാർജ് ക്യാപ്പ് ഫണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു 15,000 crore to 25,000 crore വരെയുള്ള AUM ആണെങ്കിൽ നല്ലത്. അതിനെക്കാട്ടിലും കൂടുതലാകുമ്പോഴത്തേക്കും പിന്നെ അത് ഫണ്ട്സ് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ അവിടെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് AUM എത്ര ഒക്കെ ആവാമെന്നുള്ളത് തിരഞ്ഞെടുക്കാനുള്ളത്. ഇനി ഇത് 3 ഫണ്ട് കൂടാതെ ഞാൻ മനസ്സിലാക്കിയതാണ്. ഇപ്പോൾ എക്കണോമി ഒരു റിസഷനിലേക്ക് പോവുകയാണ്, വളരെ ഡൗൺ ആയിപ്പോയി. അപ്പോൾ ഈ ഫണ്ടുകളൊക്കെ താന്നു പോകും. SIP ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല. പക്ഷേ ഇതിനോടൊപ്പം തന്നെ ഒരു ഗോൾഡ് ആൻഡ് സിൽവർ ETF കൂടി SIP ചെയ്താൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം എക്കണോമി താഴുമ്പോൾ ഈ കമ്പനികളുടെ പ്രോഫിറ്റുകളൊക്കെ താഴും. ആ സമയത്താണ് ഗോൾഡും സിൽവറും കയറുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞു 30,000 രൂപ സാലറി ഉള്ള ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ 6,000 രൂപയ്ക്ക് SIP ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും ഇതിനെ 4ആയിട്ട് ഭാഗിക്കുക. ലാർജ് ക്യാപ്പ് ഫണ്ടിൽ 1,500, മിഡ് ക്യാപ്പ് ഫണ്ടിൽ 1,500, സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ 1,500, ഗോൾഡ് ആൻഡ് സിൽവർ ETF അതിൽ 1,500. ഇതാണ് മ്യൂച്വൽ ഫണ്ട് സേവിങ്സ് ഒക്കെ എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രായത്തിലുള്ളവർ ചിന്തിക്കും, ഇനി മാസം 6,000 രൂപ വെച്ച് ഇനി 25 കൊല്ലം ഇതൊക്കെ എന്തിന്? ഇല്ലേ? ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്കോ ട്രെയിൻ കിട്ടിയില്ല, പക്ഷെ നമ്മുടെ പിള്ളേർക്ക് ട്രെയിൻ മിസ്സാവരുത്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.